മാനേജ്മെന്റ് തത്വമാണ് ഓർഡർ. ഓർഡർ എന്നുള്ളതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഹാവ് എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് കീപ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. ഹാവ് എ പ്ലേസ് ഫോർ എവറിത്തിങ്, എല്ലാറ്റിനും ഒരു നിശ്ചിത സ്ഥലം ഉണ്ടായിരിക്കും. ആൻഡ് കീപ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്, എല്ലാം അതാതിന്റെ സ്ഥാനങ്ങളിൽ വെക്കുകയും വേണം. അതാണ് ക്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മെറ്റീരിയൽ ഓർഡർ, രണ്ടുതരം ഓർഡർ ഉണ്ട്. മെറ്റീരിയൽ ഓർഡർ പറഞ്ഞാൽ ആൾ മെറ്റീരിയൽസ് ആർ ടു ബി കെപ്റ്റ് ഇൻ പ്രോപ്പർ പ്ലേസ്. എല്ലാ മെറ്റീരിയൽസും എല്ലാ സാധനങ്ങളും കൃത്യമായ സ്ഥാനങ്ങളിൽ വെക്കണം. അതിന് ഉദാഹരണമാണ് ഇപ്പൊ ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഷോറൂമിന്റെ ഡിസ്പ്ലേ നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ കൃത്യമായി ഓരോ സാധനങ്ങളും കൃത്യമായി അടുക്കി വെച്ച ഒരു പ്രോപ്പർ ക്രമം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ചെല്ലുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് സാധനങ്ങൾ എടുത്ത് പെട്ടെന്ന് ഷോപ്പിംഗ് നടത്തി തിരിച്ചു വരാൻ കഴിയും. അത് അലങ്കോലമായിട്ട് ഓരോ സാധനം പല സ്ഥലങ്ങളിൽ വെക്കുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടാനും തിരഞ്ഞെടുക്കാനൊക്കെ വളരെ പ്രയാസം വരും. അല്ലെങ്കിൽ ഇത് തന്നെ ഒരു ഫാക്ടറിക്കുള്ളിലും ഇതൊക്കെ ആയിരിക്കുന്ന അവസ്ഥ. ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ കാർ മാനുഫാക്ചറിങ് ആവശ്യമായ കാര്യങ്ങൾ, ടൂൾസ്, മെറ്റീരിയൽസ് ഒക്കെ കൃത്യമായ സ്ഥലങ്ങളിൽ വെച്ചിരുന്നാല് ഏറ്റവും വേഗത്തിൽ പണി പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. അതാണ് മെറ്റീരിയൽ ഓർഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൾ മെറ്റീരിയൽസ് ആർ ടു ബി കെപ്റ്റ് ഇൻ പ്രോപ്പർ പ്ലേസ്. എല്ലാ മെറ്റീരിയൽസും കൃത്യമായ സ്ഥാനങ്ങളിൽ വെച്ചിരിക്കണം. രണ്ടാമത്തെയും സോഷ്യൽ ഓർഡർ പറയുന്നത് സാമൂഹ്യമായ ക്രമം. റൈറ്റ് മാൻ ഈസ് ടു ബി അസൈൻഡ് ഇൻ ദ റൈറ്റ് ജോബ്. ശരിയായ ജോലിയിൽ ശരിയായ ആളുകളെ നിയമിക്കണം. അത് ഈ കൃത്യമായിട്ട് പെട്ടെന്ന് കാര്യക്ഷമതയോടുകൂടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ ഈ സോഷ്യൽ ഓർഡർ കൂടി, പിന്നെ ഓർഡർ എന്ന ഹെൻറി ഫയോളിന്റെ മാനേജ്മെന്റ് തത്വത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ മെറ്റീരിയൽ ഓർഡർ ഉണ്ടായിരിക്കണം, സോഷ്യൽ ഓർഡർ ഉണ്ടായിരിക്കണം. അടുത്ത പ്രിൻസിപ്പിളാണ് 11ാമത്തെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. അദ്ദേഹം പറയുന്നത് ഇക്വിറ്റി എന്നതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇക്വാലിറ്റി എന്ന തുല്യത. എല്ലാവർക്കും തുല്യത ലഭിക്കണം ഒരു സ്ഥാപനത്തിനുള്ളിൽ. സുപ്പീരിയർ ഷുഡ് ബി, അധികാരികൾ, ഉയർന്ന ഉദ്യോഗസ്ഥർ ഇംപാർഷ്യൽ, നിഷ്പക്ഷരായിരിക്കണം. വൈൽ ഡീലിംഗ് വിത്ത് ദിയർ സബോർഡിനേറ്റ്സ്, താഴെയുള്ള ജീവനക്കാരുമായി കൈകാര്യം ചെയ്യുമ്പോൾ, താഴെയുള്ള ഒരുപാട് തൊഴിലാളികൾ, ഒരു 10 തൊഴിലാളിയുണ്ട് ഒരു മാനേജറുടെ കീഴിൽ എങ്കിൽ ഈ 10 തൊഴിലാളികളോടും ഒരേ രീതിയിൽ തുല്യ രീതിയിലായിരിക്കണം അദ്ദേഹം പിന്നെ പെരുമാറേണ്ടത്. ഒരാൾക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കുക, മറ്റേ ആൾക്ക് ഒരു ആനുകൂല്യം കൊടുക്കാതിരിക്കുക എന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരോടും, എല്ലാ തൊഴിലാളികളോടും ബാലൻസ്ഡ് ആയിട്ടുള്ള, ഈക്വൽ ആയിട്ടുള്ള, നീതിപൂർവമുള്ള ഒരു പെരുമാറ്റ രീതി പിന്നെ ഉന്നത മാനേജ്മെന്റ് പുലർത്തണം എന്നാണ് പറയുന്നത്. സുപ്പീരിയർ ഷുഡ് ബി ഇംപാർഷ്യൽ. അധികാരികൾ, ഉയർന്ന ഉദ്യോഗസ്ഥർ തങ്ങളുടെ കീഴിലുള്ളവരോട് ഇംപാർഷ്യൽ, പാർഷ്യാലിറ്റി ഇല്ലാത്തവരായിരിക്കണം, നിഷ്പക്ഷരായിരിക്കണം, എല്ലാവർക്കും തുല്യ നീതി നൽകണം എന്നാണ് അദ്ദേഹം ഈ മാനേജ്മെന്റ് തത്വത്തിലൂടെ പറയുന്നത്. ഇക്വിറ്റി. അടുത്ത സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ സ്ഥിരത. Managers and workers should not be shifted from their positions frequently. തൊഴിലാളികളെയും മാനേജേഴ്സിനെയൊന്നും അവരുടെ പൊസിഷൻസ്, അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന്, അവർക്ക് നൽകിയ സ്ഥാനങ്ങളിൽ നിന്ന് ഇടയ്ക്കിടെ മാറ്റരുത്. ഇടയ്ക്കിടെ തൊഴിലാളികളെ മാറ്റിക്കൊണ്ടിരുന്നാൽ, ഓരോ തൊഴിലിനും വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരുന്നാൽ അത് അവരുടെ തൊഴിലിന്റെ പ്രവർത്തന വേഗതയെ ബാധിക്കും, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അത് ബിസിനസിന്റെ കാര്യക്ഷമതയെ ബാധിക്കും. ഒരു വ്യക്തിക്ക് നീഡ്സ് ടൈം ടു അഡ്ജസ്റ്റ് ഹിംസെൽഫ് ടു ന്യൂ വർക്ക് എൻവയോൺമെന്റ്. പുതിയ വർക്ക് എൻവയോൺമെന്റുമായിട്ട്, പുതിയ പ്രവർത്തന പരിസ്ഥിതിയുമായിട്ട്, ജോലി പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങാനുള്ള ഒരു സമയം, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം തൊഴിലാളിക്ക് നൽകണം. ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് 3 മാസം കൂടുമ്പോൾ 4 മാസം കൂടുമ്പോൾ ഇങ്ങനെ ജോലിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുക, മാറ്റുക ചെയ്താൽ തൊഴിലാളികളുടെ ജോലിയെ ബാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ചെയ്യരുത്. അത് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്ന തത്വത്തിലൂടെ. 13ാമത് അദ്ദേഹം പറയുന്ന ഇനീഷ്യേറ്റീവ് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക താല്പര്യം എടുക്കുക, മുൻകൈ എടുക്കുക. The creativity of an individual must be utilized
ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിന്റെ വികസനത്തിന് വേണ്ടി തൊഴിലാളികളുടെ, തന്റെ സ്ഥാപനത്തിനുള്ളിലുള്ള തൊഴിലാളികളുടെ വ്യക്തികളുടെ ക്രിയേറ്റിവിറ്റി, സർഗാത്മകതയെ ഉപയോഗിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ തൊഴിലാളികൾക്ക് അവരുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായം പറയാനുള്ള അവസരം കൊടുക്കണം. അതിന് നല്ല അഭിപ്രായം പറയുന്നവർക്ക് സമ്മാനമൊക്കെ കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ തൊഴിലാളികൾ മുൻകൈ എടുക്കുള്ളൂ. 16ാമത് അദ്ദേഹം പറയുന്ന പോയിന്റാണ് എസ്പിരിറ്റ് ഡി കോപ്സ്. യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഐക്യമത്യ മഹാബലം എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഓഫ് ടീം ഈസ് മോർ സിഗ്നിഫിക്കന്റ് ദാറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട ഒരു ടീമായി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോൺട്രിബ്യൂഷൻ. ഒരു ടീമായി ചെയ്യുമ്പോൾ കൂടുതൽ പ്രവർത്തനം നടക്കും. യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഐക്യമാണ് ബലം എന്നാണ് എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന ഈ തത്വത്തിലൂടെ അദ്ദേഹം പറയുന്നത്. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ 14 പ്രിൻസിപ്പിൾസ്. ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ്. ഏതൊക്കെയാണ് ഈ 14 പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു നോക്കാം. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ജോലി വിഭജനം, അധികാര ഉത്തരവാദിത്വ തുലനം, ഡിസിപ്ലിൻ, അച്ചടക്കം, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, അതുപോലെ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്, ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്, അതുപോലെ റെമ്യൂണറേഷൻ. സബോർഡിനേഷൻ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് നേരത്തെ പറഞ്ഞാണ്. വ്യക്തി താല്പര്യം പൊതു താല്പര്യത്തിന് വിധേയമാകുക. റെമ്യൂണറേഷൻ, അതുപോലെ വേതനം, സെൻട്രലൈസേഷൻ, കേന്ദ്രീകരണം അല്ലെങ്കിൽ വികേന്ദ്രീകരണം, രണ്ടിന്റെ ബാലൻസ് ചെയ്ത അവസ്ഥ. അതുപോലെ സ്കാലാർ ചെയിൻ, ക്രമം, ഓർഡർ, ക്രമം, ഇക്വിറ്റി, തുല്യത, അതുപോലെ സ്റ്റെബിലിറ്റി ഓഫ് ടെറർ, തൊഴിലാളികളുടെ തൊഴിൽ സ്ഥിരത, ഇനീഷ്യേറ്റീവ്, മുൻകൈ എടുക്കുക, സ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറഞ്ഞാൽ ഐക്യമാണ് ബലം. ഇത്രയും പോയിന്റുകളാണ് ഹെൻറി ഫയോള് അദ്ദേഹത്തിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പറയുന്നത്. 14 പോയിന്റുകളും ശരിക്ക് ശ്രദ്ധിച്ചിരുന്ന് നോട്ടൊക്കെ നോക്കി വായിച്ച് പഠിക്കുക.